ഗൈസ് ഞങ്ങളെ പട്ടി ഓടിച്ചു ഗൈസ്. ഗൈസ് പട്ടി ഓടിച്ച് അയ്യോ അയ്യോ വല്ലാത്ത കഷ്ടമായിരുന്നു ഗൈസ്. അയ്യോ ഗൈസ് ഞങ്ങൾ പകുതി ഫ്യൂട്ടേജ് ഒന്നും കാണിച്ചില്ല ഗൈസ്. ഞങ്ങൾക്ക് എടുക്കാൻ പറ്റില്ല. പട്ടിയുടെ കുരുത്തക്കെടുത്തിൻ്റെ അപ്പുറം ഗൈസ് അവന്മാർ വരണ്ട്. എടാ ഗൈസ് നമുക്ക് ഓടാം ഗൈസ്. എടാ വേഗം ഓടാ. എടാ വാടാ. എടാ പൊട്ടാ ഗൈസ് ദിവന്മാർ വരണ്ട്. എന്താ വെച്ചേ ഗൈസ് ഇവിടെ നിന്ന് നമുക്ക് നടന്നാലോ? ഗൈസ് ഞങ്ങൾ പകുതി ഫ്യൂട്ടേജ് ഒന്നും കാണിച്ചു ഗൈസ്. ഇത് അഭ്യാസമല്ല, കുരുത്തക്കേടിൻ്റെ ഞങ്ങൾ അമ്പലത്തിൻ്റെ അവിടെ ഞങ്ങൾ കാണിക്കാമെന്ന് വിചാരിച്ചപ്പോ പട്ടി വന്നു. പട്ടീനെ കാണിക്കണുണ്ടായി. പക്ഷെ പട്ടി കടിക്കാൻ സാഹചര്യം മാറുന്നില്ല. പറ്റൂല. എന്റെ സൈക്കിൾ ആ പട്ടി കടിച്ചത് 12 പട്ടി ഇവിടെ വന്ന് കടിച്ചിട്ട് മണത്തോക്കിയവൻ. അല്ല മണത്തല്ല. എടാ ഇവനൊരു ഇനി അതും കൂടി വിനായക വന്നടാ. എടാ വിനോദ വന്നടാ. ഇത് ഫുള്ള് തെരുവ് നായാണ് ഗൈസ്. നാളെ നടന്നു ഗൈസ്. ഇത് വച്ചപ്പോ ഇവന്റെ കണ്ണുണ്ടല്ലോ ചുമന്ന് തുടുത്ത് തക്കാളിയുടെ അത്ര എത്തിയില്ല. എന്നാലും അത്യാവശ്യത്തിന് കൂടുതൽ. അപ്പൊ അവിടെ ഒരു കാട്ടുപോത്ത് നിൽക്കുന്നുണ്ട് ഗൈസ്. എന്തിനാണ് കാട്ടുപോത്ത് ബാക്കി കഴിഞ്ഞ് നമ്മളെ നോക്കിക്കൊണ്ട് ഗൈസ് അമ്പലം തുറന്നു. ഇപ്പൊ എത്ര മണി? കണ്ടു പറയണം കേട്ടോ. ആ ഗൈസ് തുടരണം. ആ ആരൊക്കെ തുടരും ഏത് സീനാണ് ഇഷ്ടപ്പെട്ട? എനിക്ക് ഇഷ്ടപ്പെട്ടല്ലേ എപ്പറ്റേക്ക് മതില് ചാടുന്ന മുണ്ട് നോക്കിയില്ല. ആ മതില് ചാടുന്നതാണോ അതെ വേറെ ഏത് സീനാണ് ഇഷ്ടപ്പെട്ടത്? കമന്റ് ചെയ്യട്ടോ. മോഹൻലാൽ മുണ്ട് മടക്കി കുത്തി മതില് ചാടുന്ന എനിക്ക് ഇഷ്ടപ്പെട്ടത്. ഞാൻ കണ്ടില്ല ഗൈസ്. ഞാൻ കണ്ടില്ല. എനിക്ക് ഉണ്ടല്ലോ കേറ്റി അടിച്ചേർക്കാനായിട്ട് ഗൈസ്. തുടരാൻ കണ്ടിട്ടില്ല. കാണണം ഇനി എപ്പോഴെങ്കിലും. നാളെ ഞാനും കാണണം എനിക്ക്. എന്നിട്ട് റിവ്യൂ ഞങ്ങൾ പറയണ്ടായിരിക്കും ഗൈസ്. ഞങ്ങൾ വീഡിയോ എടുക്കും, ചേട്ടാ പറയും. ചേട്ടൻ പറയട്ടെ ഗൈസ്. ഞങ്ങൾ ഒരുപാട് പറയണ്ട ഗൈസ്. അവിടെ എന്ത് ബോർഡുണ്ടല്ലോ, നമുക്ക് അങ്ങോട്ടേക്ക് പോകാം ഗൈസ്. ഞങ്ങൾ പണ്ടൊക്കെ ഇവിടെ കളിച്ച് നടന്നതാ. വെള്ളം കോരി മുഖത്തൊക്കെ ഒഴിക്കും ഗൈസ്. ഹലോ ഗൈസ്, അപ്പോൾ നമ്മൾ ഇന്ന് ഇതുണ്ടോ മഹാ ഉത്സവമാണ്. ഇത് നമ്മുടെ അയ്യോ നമ്മുടെ വൈശാഖം നമ്മുടെ കൊട്ടിയൂർ അമ്പലമാണ്. ആ ഗൈസ് കൊട്ടിയൂർ അമ്പലം ഗൈസ്. ഇത്തിരി വെള്ളം കുടിക്കുന്നു. വെള്ളം ഇതാണ് ഗൈസ് നമ്മുടെ അമ്പലം. ഇതാണ് നമ്മുടെ അമ്പലം. ഇത് കൃഷ്ണന്റെ നട. കൃഷ്ണന്റെ ഫോട്ടോയൊക്കെ ഉണ്ട്. ഇത് വിഷ്ണു ഭഗവാന്റെ നട. നരസിംഹത്തിന്റെ നട. ഇനി നമ്മുടെ മെയിൻ ആള് വെള്ളം കുടിക്കാൻ കാണിച്ചു തരും ഗൈസ്. ഇവൻ വെറും വിളിയാണ്. വെള്ളം കുടിക്കണേ കാണിച്ചു തരും. നിങ്ങളൊക്കെ വെള്ളം കുടിച്ചല്ലേ വളർന്നു ഗൈസ്. ചായ കുടിക്കണുണ്ടോ? മച്ചോനെ കണ്ടില്ല. മച്ചോനെ കണ്ടില്ലല്ലോ. എടാ മുട്ടിച്ചാണോ അവിടെ കുടിക്കണം? എല്ലാവർക്കും കുടിക്കാനുള്ളതല്ലേ. ഇതേ കണ്ടു ഗൈസ്. ഒരു വാണം വരണ്ട്. ഈ വാണമല്ല ഗൈസ്. ഇതേണ്ടോ ഗൈസ്. എന്ത് ചെറുതായിട്ട് പറ്റിയത് ഇവിടെ.
ഗൈസ് ആ ചെറുക്കൻ റംബൂട്ടാൻ കൊണ്ടുവന്നിട്ടാണ് എന്നെ. റംബൂട്ടാൻ എനിക്കും ഇത്തിരി വെള്ളം കുടിക്കണം. എടാ ഇതെങ്ങനെ ചിരിക്കണത്? ഗൈസ് റംബൂട്ടാൻ ഗൈസ് ആരൊക്കെ റംബൂട്ടാൻ കൊടുത്ത് ദീ ഒരു കിണ്ടി. ആഹാ തിന്നോക്കത് ഇങ്ങനെ. ഗൈസ് നല്ല ടേസ്റ്റ് ഉണ്ട്. ഗൈസ് ഇവന് റംബൂട്ടാൻ മടുക്കുന്നു. ഹലോ ഗൈസ്, നമ്മളൊക്കെ റംബൂട്ടാൻ പ്രാർത്ഥിക്കാണ് ഗൈസ്. അപ്പൊ ഇവൻ എന്താണല്ലേ ഇന്നലെ കഴിച്ചേ. ഹലോ ഗൈസ്, അപ്പൊ നമ്മള് ഇനി ഇതിന്റെ അകത്തേക്ക് പോയിക്കൊണ്ടിരിക്കുമ്പോഴത്തേക്ക് ഗൈസ് പണ്ട് ഞങ്ങളില്ലേ അവിടെ കാണിക്കും അതുപോലെ അട്ട ഉണ്ടാ ഗൈസ്. നമ്മുടെ ഇരുന്നോൾക്കാവിലെ അട്ടേനെ പോലെ വലിയ അട്ടയാണ്. ഇരുന്നോൾക്കാവ് എവിടെയാന്നുള്ള അറിയാവുന്നവര് കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പോവാൻ വേണ്ടിയാ കപ്പത്തോട്ടല്ലേ സ്റ്റേജിന്റെ അപ്പുറത്തോ നിന്നിട്ട് മേഘു ചാടിയെന്ന് കാണിച്ചോണ്ട് അവൻ വെറും മേഘനാനെ കൊല്ലാൻ പോയാണ്. അട്ട ഗൈസ്. ഗൈസ് അങ്ങ് അച്ഛൻ കണ്ടാ ഈ കപ്പത്തോട്ടിലെ രസം ഞങ്ങള് കളിക്കാൻ വേണ്ടി ഇറങ്ങിയതാ. ഞാനും ഇതുണ്ടോ ഞാൻ സൂം ചെയ്ത് കളിക്കണ കാണത്ത് സ്ഥലത്ത് ഒരു ഇതാണ് സ്റ്റേജ്. ഇപ്പൊ കപ്പത്തോട്ടാക്കിക്കള്. അതല്ല ആസ്മയാണ് ആസ്മ. അട്ട പതുക്കെ പതുക്കെയാണ് മൂവ് ചെയ്യണുള്ളൂ. അട്ട മോട്ടൊക്കെ ചെയ്തൂടാ. അവനത് നമുക്ക് ഗൈസ് അമ്പലത്തിലോട്ട് കിടക്കാം. ഞാനും കുടിച്ചു. നമുക്ക് പോയാലോ പോടോലെ. ഇതാണ് പുതിയ ശ്രീകൃഷ്ണ സ്വാമി ക്ഷേത്രം. അമ്പലാണ് ഗൈസ്. ഇത് കൃഷ്ണന്റെ നടയാണ്, അത് നരസിംഹത്തിന്റെ നടയാണ്. പിന്നെ അവിടെ വിഷ്ണു, പിന്നെ നമുക്കൊന്ന് തൊഴണേ കാണാൻ പറ്റും ഗൈസ്. ഞങ്ങൾ ഉച്ചക്ക് വന്ന് എന്താണെന്നറിയോ, ഞങ്ങക്ക് വേറെ കുറച്ച് പരിപാടിയൊക്കെ ഉണ്ടായി. ട്യൂഷൻ ഉണ്ടായി, അങ്ങനെ കുറച്ച് പരിപാടികളുണ്ടായി. അത് കാരണം ഞങ്ങള് വരാ. വാനദുർഗ വനദുർഗ. രാവിലെ ഞങ്ങളുടെ അമ്പലം എങ്ങനെയുണ്ടെന്ന് നമ്മള് നാളെ കാണിച്ചു. ഞങ്ങൾ നാളെ നല്ല സുന്ദര കിട്ടുവണി വരും. അപ്പൊ പണ്ടത്തെ അമ്പലത്തിന്റെ ഫോട്ടോ ആണ് പണ്ടത്തെ. നമുക്ക് കുറച്ച് പ്രതീക്ഷ. ഈ സ്ഥലത്താണ് ഞങ്ങളുടെ രഥം, അമ്പലത്തിന്റെ രഥം ഉള്ളത്. അതിന്റെ മുൻവശത്ത് ഞങ്ങൾ കാണിച്ചു തരാം. നിങ്ങൾക്ക് കാണാൻ പറ്റണ്ടോന്ന് ഞങ്ങൾക്കറിയില്ല. ഞാൻ പൊക്കിട്ട് ഇങ്ങനെ ഇതാണ് ഞങ്ങളുടെ രഥം. കാണാൻ പറ്റുന്ന ഗൈസ് കിട്ടുമെന്ന് എനിക്ക് മര്യാദയ്ക്ക് അറിഞ്ഞു. ഗൈസ് ഞങ്ങൾ പണ്ടൊക്കെ ഇവിടെ പ്രാർത്ഥിക്കാൻ വരുന്നു. എപ്പോഴും പ്രാർത്ഥിക്കാൻ വരും. ഇനി നമുക്കൊന്ന് പ്രദക്ഷിണം വെച്ചിട്ട് വരാം. നമ്മുടെ ഇത് ഞങ്ങളുടെ കൊട്ടാരാണ്. ഇല്ല എടാ ഇത് അമ്പലത്തിലെ പണ്ടത്തെ ഫോട്ടോയാണ്. ഫോട്ടോ കാണാൻ പറ്റുന്ന പറഞ്ഞാ സൂം ആക്കി കാണിച്ചത്. ഇത് ഞങ്ങളുടെ കൊട്ടാരം. ഗൈസ് ഞങ്ങൾ അകത്തോട്ട് ഈ കണ്ണല്ല ഗൈസ്, ഞാനല്ല, വേറൊരു കണ്ണനുണ്ട് അകത്ത്. നമ്മുടെ കൃഷ്ണനാണ്. ഇവിടുത്തെ എല്ലാരും പറയണ പരാതി എന്താന്ന് അറിയും, ഏതോ ഒരു വാട
വന്നിട്ടില്ല. അവന് ഞാനേ കണ്ടുള്ളൂ, ഞാൻ മാത്രമേ കണ്ടുള്ളൂ, ഞാനേ കണ്ടുള്ളൂ. അവിടെ ഒരു കൃഷ്ണൻ ഞാൻ ബോധങ്ങട്ട് എനിക്ക്. അപ്പൊ നമുക്ക് ഇനി പ്രദക്ഷിണം വെക്കാം. ഇവർ രണ്ടുപേരും ഇവിടെ വെട്ടിയിട്ട വാഴ പോലെ കിടന്നോട്ടെ. അവൻ കൃഷ്ണനെ കണ്ണിനും മഴിക്കത്തില്ല. മലമ്പാമ്പ് പോലും അറിയാത്തൊരു കാട്. ഗൈസ് നമ്മൾ വേറൊരു സാധനം കളിച്ചരാം. ഇത് വലിയ കാര്യമൊന്നുമല്ല, ചെറുത് കളിച്ചാറ് ഗൈസ്. ഗൈസ് ഇതിൻ്റെ ഉള്ളിൽ എന്തൊക്കെയോ ഇരിക്കുന്നുണ്ട് ഗൈസ്. ഇവിടെ ഇത് അവിടെ നിന്ന് ഇവിടുന്ന് വെട്ടിയിട്ടേക്ക ഗൈസ്. എന്ത് പണ്ടൊക്കെ ഉത്സവം വരുമ്പോഴത്തേക്ക് ഇവിടെയൊക്കെ ക്ലീൻ ആക്കി സുന്ദര കുട്ടപ്പനാക്കും. ഉത്സവം കുറച്ച് ദിവസം കഴിയുമ്പോൾ ആനപ്പണ്ടൊക്കെ കിടക്കും. ശരി, ആനപ്പിണ്ട് എടാ ഉത്സവം ഇനി 2026 ഫെബ്രുവരി 19. ഓ ഗൈസ് ഇനി ബർത്ത്ഡേക്കാ ഇവിടത്തെ വ്യൂ എന്ന് ചോദിച്ചാൽ ഇങ്ങനെ ബർത്ത്ഡേക്ക് എല്ലാരും ചാനൽ ചോക്കി അടിപ്പിക്കണം. ഇവിടത്തെ രാവിലത്തെ വ്യൂ എന്ന് വെച്ചാൽ ഭയങ്കര സൂപ്പർ. നല്ല മഴയൊക്കെ മഞ്ഞും നല്ല സ്കിഡിലും വ്യൂ ആ. അങ്ങനെ ഗൈസ് ഒരു ഐസ് പോലത്തെ ഒരു ഇതില്ലേ, അതൊക്കെ കിട്ടും ഗൈസ് ഇവിടെ വന്ന. മറ്റേ സഞ്ചിയിലും അതിന് ഞങ്ങൾ എപ്പോഴും വന്ന സ്പോട്ടാണ് ഗൈസ്. ഇത് സ്കിഡിലെ സ്പോട്ടാണ്. എല്ലാരും വന്ന് കാക്കിരിക്കുന്നത് ആ കാക്കയെ നമുക്ക് കാണിച്ചു കൊടുക്കാം. വിഷ്ണുവിന്റെ നട. ഇത് നമ്മുടെ വിഷ്ണുവിന്റെ നട. ഇത് ഒരു ഉപ്പ ഇരിക്കുന്നുണ്ട്. അയ്യോ അടി കിട്ടി. ഇല്ല ഞാൻ രണ്ടു ഉപ്പ കണ്ടു. ഞാൻ അതിന്റെ ഇവിടെ ഒറ്റപ്പനെ കണ്ടല്ല ഞാൻ അതിന്റെ പുറകിൽ ചെറിയൊരു കപ്പ. ഇവിടെ നല്ല ചുടിലും വ്യൂ ഉണ്ട്. ഇവിടെ നല്ല തണുപ്പാണ്. ഇതിന്റെ ഉള്ളിൽ കൂടെ ചിലരൊക്കെ രാത്രി അമ്പലത്തിലുണ്ട്. അപ്പൊ നമ്മൾ ഇന്ന് ഇവിടെ തൂങ്ങാൻ ഇതിനകത്ത് ഒരു കണിക്കുന്ന പൊട്ടിക്കുന്നു. അത് കണിക്കുന്ന കാണിക്കേ അവരെങ്ങാണ്ട് എന്ത് സാധനം. അപ്പൊ നമുക്ക് ഈ നാഗദേവത്തിനെത്താം. ഇത്തവണ നമുക്ക് അകത്ത് കയറാൻ പറ്റിയില്ല, അകത്തേക്ക് ക്യാമറയും കൊണ്ടുപോകാൻ പറ്റില്ല. അതുകൊണ്ട് ആ ഗൈസ് നട അടച്ചു ഗൈസ്. ശരിക്കും ഞങ്ങള് വെളുപ്പിന് 6 മണിക്ക് വരാന്ന് ചോദിച്ചപ്പോ 6 മണിക്ക് ട്യൂഷൻ വെച്ചു. ആ ഗൈസ് ഇവൻ ഞാൻ ഇതാണെന്ന് ഇത്ര പേർക്ക് ട്യൂഷൻ ഉണ്ടായി. പക്ഷെ ഇവനിപ്പോ മാറി ഗൈസ്. 4 വെച്ചായിരുന്നു. ഇപ്പൊ 4 വരെ ആട്ടു. ഈ 4ാം ക്ലാസ്സിൽ വന്നു. 4ാം ക്ലാസ് കഴിഞ്ഞപ്പോഴത്തേക്ക് പോയി ഗൈസ്. അപ്പൊ എനിക്ക് ഇനി മടുത്തു. വീണ്ടും പോവാ. ഉണ്ണിയപ്പോൾ ശർക്കര ഒക്കെ വെച്ചിട്ട് രാവിലെ എല്ലാ സാധനങ്ങളും. എല്ലാരും സബ്സ്ക്രൈബ് ചെയ്യണം ഗൈസ്. എന്റെ ചിരിപ്പം ഗൈസ് നമുക്കിനി വീട്ടിൽ പോയാലോ? നമുക്ക് ഇനി ഞാൻ ക്യാരം ബോർഡ് വാങ്ങിച്ചു. വെറും വീടാണ്. അടിച്ചാ അങ്ങോട്ട് അടിക്കാൻ അങ്ങോട്ട് പോകും ഗൈസ്. കളിക്കാറിയാത്തൊന്നുമില്ല. കളിക്കറിയാം ഗൈസ്. വീട് നമുക്ക് ഇനി ശ്രീഹരിച്ചന്നെ വീടെത്തിയിട്ട് കാണാം. പക്കല്ല പിക്ക്. അപ്പൊ പിക്ക് വർക്കായില്ല. അപ്പൊ നമുക്ക് നാളെ ചെയ്ത് നോക്കാം. ഞാൻ ബാക്കിൽ നിൽക്കും. ഈ പൈപ്പ് എന്താ നല്ല
മൂത്രയ്ക്കും ഇവിടെ വേണം. എല്ലാവരും കപ്പം ചുറ്റിക്കുകയാണ് ഗൈസ്. ഞങ്ങൾ ഈ വെട്ടുമ്പോൾ ഞങ്ങൾ ഇപ്പം നേരെ വീട്ടിലോട്ട് കിടക്കാൻ. ഇത് ഫ്രണ്ട് വശം. ബാക്ക് വശത്തോട്ട് ഞാൻ പിന്നൊരു വീഡിയോ ആയിട്ട് ഞാൻ കാണിച്ചു തരാം ഗൈസ്. ഗൈസ് പിന്നെ ഒരു ദിവസം നമുക്ക് പോയാലൊക്കെ പോയി വ്യൂവൊക്കെ മീനൊക്കെ പിടിക്കാം. വിനായകൻ്റെ ഒക്കെ പട്ടീനെ കണ്ടോ ഗൈസ്? നല്ല 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 രസം. പക്ഷെ ഓടി ഒരു പോനെ നല്ല രസമായിരുന്നു. എന്നെ ഇന്നലെ വീഴ്ചതാണ് ഈ എന്ത് രസം. ഇതിന്റെ അനീത്തി വീണിട്ടുണ്ടല്ല പേടിച്ച് തൂറി പോയി. ഞാനും കണ്ടു ഓടുമ്പോ ആകെ ഒരു ആടപ്പട്ടി വന്നിട്ട് നമ്മളെ ഞങ്ങളെ കടിക്കാനോ മണക്കാനോ. ഗൈസ് ആ പട്ടിക്ക് ആസ്മരോഗം നിങ്ങൾക്ക് കാണിച്ചു ഗൈസ്. അപ്പോൾ ആ വാലതിനെ കണ്ടാണ് അവൻ പേടിച്ച് കരിയാറായി ഗൈസ്. അതൊക്കെ എന്തോ പണി നടക്കണ്ടല്ലോ. അപ്പൊ നമുക്ക് ഈ പണിയെടുക്കുന്നിടത്തൊന്ന് അന്വേഷിച്ചിട്ട് വരാം ഗൈസ്. ഇത് കക്കൂസ് എന്താണെന്ന് യാദവിന് പറഞ്ഞു. അവിടെ അവിടെ ഒരു ചില്ലുണ്ട് ഗൈസ്. ആ ചില്ല് പോയി ഞാൻ നോക്കിയപ്പോണ്ടില്ല. വേറൊരാൾ അതിൽ കൂടെ നടന്നു വെച്ചാല് പോയിട്ട് സ്കൂളിൽ കൂടെ വരാം ഗൈസ്. പിടിച്ചടാ. വേണ്ട വേണ്ട ഗൈസ്. ഇവനുണ്ടല്ലേ എൻ്റെ പ്രതിക്കേസിൽ കുറ്റൊക്കെ പോയി ഗൈസ്. ഞങ്ങളുടെ ഹോമിയോയിൽ എന്തോ പുതിയതായിട്ടെന്തോ എന്താണ് ഒരു രണ്ടാമത്തെ നില പണിയാൻ പോവാണ് ഗൈസ് ഹോമിയോയില്. അപ്പൊ എല്ലാരും ഹൈടെക് ആക്കാൻ പോവാണ് ഗൈസ്. എൻ്റെ അടുത്ത് എൻ്റെ അച്ഛൻ്റെ അടുത്തൊരു ചേച്ചി ഒന്ന് പറഞ്ഞത് എന്താണെന്നറിയോ? എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ യോഗയില്ലേ? 1 മണിക്ക് പോവാ. യോഗയില്ലേ? യോഗ ചെയ്യണ്ടെന്നാണ് ഞാൻ അറിഞ്ഞത്. ഞാൻ എൻ്റെ അച്ഛൻ്റെ അടുത്തൊരു ചേച്ചി എന്ന് പറഞ്ഞ വണ്ടി കൺകൾക്ക് കൈ തൊട്ട് കാശി പറ. ഈ ചെറിയ സ്കൂളിലെ ആൾക്കാർ കളഞ്ഞിട്ട് എന്താടാ സത്യം. ഇങ്ങനെ അപ്പൊ നമ്മള് വീടെത്താറായി. കുറേ പോണം. നമ്മളിങ്ങനെ പോകുമ്പോൾ ഒരാൾ നമ്മൾ എത്തിയൊക്കെ ഉണ്ടാവും. ആരാ? വേറെ ഇതാണ്. ആ ഗൈസ് ഞങ്ങളുടെയൊക്കെ ചേച്ചി ഞങ്ങളുടെ ഫീസ് വരെ വാങ്ങിച്ചു. കഷ്ടമുണ്ട്. ഒരു 500 രൂപ വാങ്ങിച്ചു. ഇവിടെ പൂച്ച ചിലപ്പോ നല്ല ചേച്ചി ചിലപ്പോ ഏറ്റവും വൃത്തികെട്ട ആ പച്ച കളർ ഇന്നലെ ഞാൻ ഇതിൽ കൂടെ ഒരുമില്ല. ഈ പൂച്ച എവിടെയായിരുന്നു? ഒരു എലിയില്ലേ? പൂച്ചയാണോ എലിയാണോ പറഞ്ഞോളൂ. ഇവിടെ ഇങ്ങോട്ട് ചത്ത കിടക്കണ്ട. എലി അരഞ്ഞു പൂച്ച എലി ഇവിടെ കേറിയിരിക്കുന്നു ഗൈസ്. അപ്പോൾ ഗൈസ് നമുക്ക് വീഡിയോ നിർത്താം ഗൈസ്.